ഇപ്പോൾ എൻ്റെ കണക്ക് എൻ്റെ പോക്കറ്റിലുണ്ട് ഓൾറെഡി എൻ്റെ കണക്ക്. ഈ കണക്ക് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇതാ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ കണക്കാണ് എൻ്റെ പൈസ. ഇതാ 270 രൂപ എനിക്ക് ബാലൻസ് കിട്ടിയതാണ്. 270 രൂപയ്ക്ക് ഈ ഇപ്പം ഒരു കപ്പലണ്ടി മുട്ടായി പോലും ഒരു കവർ കിട്ടത്തില്ല. ഇതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്നെ ആശ്രയിച്ച് കഴിയുന്ന 4 കുടുംബങ്ങളുമുണ്ട്. ഒരു ബസ് സർവീസ് ഞാൻ പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ വന്നപ്പം എന്തെങ്കിലും ഒരു 4 പേർക്ക് ജോലി കൊടുത്ത് ജീവിക്കാമെന്നുള്ള കണക്കൂട്ടിലാണ് 2 സ്വകാര്യ ബസ് എടുത്തത്. അപ്പം ഞാൻ അതിൽ വളരെ ബുദ്ധിമുട്ടിൽ നേരിക്കൊണ്ട് എനിക്ക് വളരെ സങ്കടമാണ്. എനിക്ക് സങ്കടം എൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി വരുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ മുന്നിൽ എനിക്ക് പൊട്ടിക്കരയാൻ തന്നെയാണ് തോന്നുന്നത്. ഇപ്പോഴും പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഈ പ്രിയദർശിനി ബസ് സർവീസ് തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാമെന്ന് വെച്ചാൽ ഈ പത്തനംതിട്ട അടൂർ ആ റൂട്ടിലാണ്. എനിക്ക് പത്തനംതിട്ട അടൂർ റൂട്ടിൽ ഒരു സർവീസ് ബസ് ഉണ്ട്. ആ ബസ്സിൽ എനിക്ക് ഡെയിലി എനിക്ക് ഏകദേശം ഇപ്പം ആദ്യം നേരത്തെ ഒരു തുടങ്ങിയ സമയത്ത് 1800 ആ റേഞ്ചിലുള്ളായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 3000 രൂപയ്ക്ക് അടുത്ത് എനിക്ക് വളരെ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിൻ്റെ കണക്കിൻ്റെ ഓൾറെഡി എൻ്റെ പോക്കറ്റിലുണ്ട്. ഞാൻ വാങ്ങിക്കാൻ വന്നതായിരുന്നു. അപ്പം ഈ അവസ്ഥയിൽ മുന്നോട്ട് തുറന്നു പോകാൻ പാടാണ്. കാരണം ഈ പ്രിയദർശിനി എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടത്തുന്നതിനകത്ത് ആർക്കും വിരോധമൊന്നുമില്ല. പക്ഷേ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാം. ഈ വി.ഡി. സതീശൻ സർക്കാരിൽ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ UDF സർക്കാർ ഈ 10 വർഷം ഭരിച്ചിട്ടും നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടില്ല. ഇത് തുടക്കത്തിൽ തന്നെ നമുക്കൊരു ഇടുത്തി പോലത്തെ ഒരു സംഭവങ്ങളാണ് ഈ UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഞാനും ഒരു UDF അനുഭാവിയാണ്, ഒരു സ്ഥാനം വഹിക്കുന്ന ആളും കൂടാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല എൻ്റെ സ്ഥാനമാണെന്നൊന്നും. പക്ഷേങ്കിൽ ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 3000 രൂപ നമുക്ക് ഓൾറെഡി ഇപ്പം നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കണക്ക് എൻ്റെ പോക്കറ്റിലുണ്ട് ഓൾറെഡി എൻ്റെ കണക്ക്. ഈ കണക്ക് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇതാ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ കണക്കാണ് എൻ്റെ പൈസ. ഇതാ 270 രൂപ എനിക്ക് ബാലൻസ് കിട്ടിയതാണ്. 270 രൂപയ്ക്ക് ഈ ഇപ്പം ഒരു കപ്പലണ്ടി മുട്ടായി പോലും ഒരു കവർ കിട്ടത്തില്ല. ഇതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്നെ ആശ്രയിച്ച് കഴിയുന്ന 4 കുടുംബങ്ങളുമുണ്ട്. ഒരു ബസ് സർവീസ് ഞാൻ പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ വന്നപ്പം എന്തെങ്കിലും ഒരു 4 പേർക്ക് ജോലി കൊടുത്ത് ജീവിക്കാമെന്നുള്ള കണക്കൂട്ടിലാണ് 2 സ്വകാര്യ ബസ് എടുത്തത്. അപ്പം ഞാൻ അതിൽ വളരെ ബുദ്ധിമുട്ടിൽ നേരിക്കൊണ്ട് എനിക്ക് വളരെ സങ്കടമാണ്. എനിക്ക് സങ്കടം എൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി വരുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ മുന്നിൽ എനിക്ക് പൊട്ടിക്കരയാൻ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഈ അവസ്ഥ മറ്റുള്ള എന്നെപ്പോലുള്ള ഒരുപാട് ഉടമസ്ഥന്മാർക്ക് ഈ അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെപ്പോലുള്ള ഒരുപാട് ഉടമസ്ഥന്മാരുണ്ട്. ഇപ്പം 30 വണ്ടി ഉള്ളവനായാലും 10 വണ്ടി ഉള്ളവനും 16 വണ്ടി ഉള്ളവനായാലും 2 വണ്ടി ഉള്ളവനായാലും 1 വണ്ടി ഉള്ളവനായാലും അവൻ ആത്മഹത്യയുടെ വക്കിലാണ്. ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന തൊഴിലാളികളും ആത്മഹത്യയുടെ വക്കിലാണ്. ഇതിനകത്ത് കുറിച്ച് 850 രൂപ 900 രൂപ 1200 ശമ്പളം കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഞാൻ 600 രൂപ ശമ്പളം കൊടുക്കും. 600 രൂപ ശമ്പളം. ഇത് വെറും ഒരു പേപ്പർ കഷ്ണം മാത്രമേ ഉള്ളൂ. 200 രൂപ ഓവറാണ്. ഇത് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ ഒരു നാണക്കേടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കി ഈ തകർച്ചയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണം എന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഇനി പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും. സങ്കടം എന്ന് പറഞ്ഞാൽ നല്ലപോലെ സങ്കടപ്പെട്ടാണ് സംസാരിക്കുന്നത്. കാര്യം മറ്റുള്ളവരോട് എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അവസ്ഥ വളരെ മോശമാണ്. ഈ സ്റ്റാൻഡിലെ അവസ്ഥ നിങ്ങൾ നോക്കിയിട്ട് ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഈ ചേച്ചി മാത്രമേ ഉള്ളൂ. വേറെ ഒരു സ്ത്രീ യാത്രക്കാരില്ല. ഈ ചേച്ചി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് തുടർന്ന് പോകാൻ പാടാണ്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ന്യൂസുകൾ വഴിയും മുഖ്യമന്ത്രിയുടെ ചെയറിലെത്തുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നമുക്ക് ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷ കൈവിടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇത് തീരുമാനമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഏകദേശം 1-ാം തീയതി മുതൽ ജീഫാം കൊടുത്ത് സർവീസ് നിർത്തിവെക്കാനാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഈ കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമസ്ഥന്മാർ 99% ആളുകളും. ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഉടമയ്ക്ക് മാത്രം തൊഴിലാളികൾക്കും നഷ്ടമല്ല, തൊഴിലാളികളുടെ വേതനം കുറയ്ക്കേണ്ടതായിട്ട് വരുന്നത്. തൊഴിലാളികൾക്ക് ഞാൻ 1200 തൊഴിലാളി കൊടുത്ത 600 രൂപ കൊടുക്കുന്നത്. ഈ 600 രൂപയ്ക്ക് എൻ്റെ പൊന്നു ചേട്ടാ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ 600 കൂടാതെ കണക്കിൽ 600 ഉള്ളെങ്കിലും ഞാൻ 10-200 എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചും അവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ജീവിക്കണ്ടേ? അവർ നമ്മളെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ വളരെ മുമ്പേ എത്ര കൊടുത്തോണ്ടിരുന്നത്? 1000, 1100, 1200 ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന ജോലിക്കാരാണ്. ഇതിൽ പകുതി ശമ്പളം പോലും അവർക്ക് കിട്ടുന്നില്ല. ഇപ്പം അവർക്ക് നമ്മളുടെ അവസ്ഥ അറിയാം. അവരുടെ കുടുംബം കൂടി പട്ടിണിയാവും. അവരുടെ കുടുംബം പട്ടിണി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ പ്രിയദർശിനി എന്ന് പറഞ്ഞ സർവീസ് തുടങ്ങിയതിന് ശേഷമാണ് സംഭവം. അതുപോലെ തന്നെ ജനങ്ങളെ ആശ്രയിച്ച് ചെയ്യുന്ന ആ കടക്കാരങ്ങളൊക്കെ ഈ കടകളിലൊക്കെ നോക്കും, ഒരു മനുഷ്യൻ പോലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കടക്കാർ. അപ്പോൾ ഈ ഒരു വ്യവസായം കൊണ്ട് ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ പ്രൈവറ്റ് ബസ് മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ടൊക്കെ പ്രൈവറ്റ് ബസ് മുതലാളിമാരായിരുന്നു. ഇപ്പം മുതലാളിയല്ല, അവന് ഉപജീവന മാർഗ്ഗം നടത്താൻ പറ്റി 2-3 പേര് ചേർന്നൊരു ബസ് എടുക്കുക. അതിനകത്ത് 2 പേര്, ഒന്നുകിൽ ഞാൻ ഡ്രൈവറായിരിക്കും അല്ലെങ്കിൽ ഞാൻ കണ്ടക്ടറായിരിക്കും. ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ഷാനവാസ്, സ്ഥലം പത്തനംതിട്ടയാണ്. വണ്ടി ആലി. ആദ്യം ഒരു വണ്ടി പത്തനംതിട്ട അടൂർ തേപ്പുവാർ റൂട്ടിലാണ്.
ഏകദേശം 13 കിലോമീറ്ററോളം ബൈ റൂട്ടിലാണ് ഈ വണ്ടി ഓടുന്നത്. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ KSRTC നമ്മുടെ കൂടെ നിൽക്കുക. അപ്പം നമുക്കൊരു മാർഗ്ഗമില്ല ജീവിക്കാൻ വേറെ. അതുപോലെ ഒന്ന് പത്തനാപുരം അടൂർ, പത്തനംതിട്ട പുല്ലൂർ റൂട്ടിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ KSRTC മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങൾ നമ്മളെ കാണുമ്പോൾ തിരിഞ്ഞ് നിൽക്കുകയാണ്. നമ്മളോട് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് പെണ്ണുങ്ങൾ പോലും ബസ്സിൽ കയറുന്നില്ല. ആ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ നമ്മളെ കൈപിടിച്ച് കരകയറ്റുന്ന സർക്കാരിലാണ് ഞങ്ങൾ പ്രതീക്ഷ മുഴുവൻ. പ്രതീക്ഷ ഞങ്ങൾ ഒരിക്കലും കൈവിടത്തില്ല. അദ്ദേഹം നമ്മളെ കൈപിടിച്ച് കരകയറ്റുന്ന ഒരു ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ ആ ഒരു അനുഭവമുള്ള ആളും കൂടിയാണ്. അപ്പം ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. കാര്യം സങ്കടം എൻ്റെ മുഖത്ത് തന്നെ അറിയാൻ സാധിക്കും നിങ്ങൾക്ക്. LDF സർക്കാരിൻ്റെ കാലത്ത് ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. 1-2 ചെറിയ ക്യാമറ, GPS അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴതല്ല. ഇപ്പം നമ്മളെ മാനസികമായിട്ട് കടത്തിക്കളഞ്ഞു. ഇൻസ്റ്റൻറ്റ് ആക്ഷനായിരുന്നു. ഒരു ഇൻസ്റ്റൻറ്റ് കോഫി കുടിക്കുന്ന പോലെ പെട്ടെന്നുള്ളൊരു തീരുമാനമായിപ്പോയി. ഒരു ഇടിവിട്ടേറ്റ ഒരവസ്ഥയായിപ്പോയി. അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. ഓക്കെ.